ഹായ്, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിന്റെ കേട്ടറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സീയിങ് മെഷീൻ അറ്റാച്ച്മെന്റ്സ്. എന്താണ് സീയിങ് മെഷീൻ അറ്റാച്ച്മെന്റ്സ് എന്ന് നോക്കാം. സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് തയ്യൽ മെഷീനിൽ പ്രത്യേകം ജോലികൾ ചെയ്യുന്നതിനായി കൂടുതലായി ഉറപ്പിക്കുന്ന ഭാഗങ്ങളെ അനുബന്ധങ്ങൾ എന്ന് പറയുന്നു. ഒരേ തരത്തിലുള്ള ജോലി എളുപ്പത്തിൽ തീർക്കാനും അതുവഴി സമയം ലാഭിക്കാനും സാധിക്കുന്നു. റെഡിമെയ്ഡ് ഫാക്ടറികളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഏതൊക്കെ അറ്റാച്ച്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് നമ്മൾ പഠിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹെമ്മർ, സെക്കൻഡ് വൺ റഫ്ലർ, തേർഡ് ഗ്യാദർ, ഫോർത്ത് ടക്കർ, ഫിഫ്ത്ത് ബൈൻഡർ, സിക്സ്ത് ക്വിൽറ്റർ, സെവൻത്ത് പിങ്കർ, എയ്ത്ത് എംബ്രോയിഡറി പ്ലേറ്റ്, നയൻത്ത് ബട്ടൺ ഹോൾ മേക്കർ, 10th സിക്സാഗർ, 11th ക്ലോത്ത് ഗൈഡ്, 12th എഡ്ജ് സ്റ്റിച്ചർ, 13th കോഡിംഗ് ഫുഡ് ഓർ സിപ്പർ ഫുഡ്, 14th സർക്കുലർ അറ്റാച്ച്മെന്റ്സ്. ഇത്രയും അറ്റാച്ച്മെന്റ്സുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ അറ്റാച്ച്മെന്റ്സ് ഒക്കെ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് കൂടി നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസറുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹെമ്മർ എന്താണെന്ന് നോക്കാം. മെഷീൻ ഉപയോഗിച്ച് തുണിയുടെ അഗ്രം മടക്കി തയ്ക്കുന്നതിനുള്ള ചെറിയ ഉപകരണമാണിത്. തുണിയുടെ വക്കു മടക്കുകയും തയ്ക്കുകയും ചെയ്യുന്ന ജോലി ഹെമ്മർ ചെയ്യുന്നു. പ്രസർ ഫുട്ട് മാറ്റി പകരം മെഷീനിൽ ഹെമ്മർ ഘടിപ്പിക്കുക. യന്ത്രം തന്നെ തുണിയുടെ വക്ക് മടക്കി തയ്ച്ചുകൊള്ളുന്നു. തയ്ക്കുന്ന അവസരത്തിൽ മെഷീൻ തന്നെ തുണി മടക്കുകയും തയ്ക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് ഹെമ്മർ. ഹെം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹെമ്മർ. ഇതാണ് ഹെമ്മർ ഫൂട്ട്. എല്ലാ ഫൂട്ടുകളും പ്രസർ ഫൂട്ട് മാറ്റിയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പൊ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റാച്ച്മെന്റ്സ് എവിടെയാണ് ഘടിപ്പിക്കുന്നത്? പ്രസർ ഫൂട്ട് മാറ്റിയാണ്, പ്രസർ ബാറിലാണ് അറ്റാച്ച്മെന്റ്സ് ഘടിപ്പിക്കുന്നത്. അടുത്തത് റഫ്ലർ. ഒരേ വീതിയിലുള്ള ചെറിയ ചുരുക്കുകൾ തുണിയിൽ ഇടുന്നതിന് സഹായിക്കുന്നു. ഒറ്റ വരിയായോ കൂടുതൽ വരികളായോ ചുരുക്കിടാൻ ഈ ഉപകരണം സഹായിക്കുന്നു. ചെറിയ ചെറിയ ചുരുക്കുകൾ ഇടാൻ വേണ്ടി നമ്മൾ റഫ്ലർ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് റഫ്ലർ ആണ്. ഇതാണ് റഫ്ലർ ഫൂട്ട്. അടുത്തത് ഗ്യാദർ. വസ്ത്രങ്ങൾക്ക് ഒരേ വീതിയിലും അകലത്തിലും ചുരുക്കിടാൻ ഗ്യാദർ സഹായിക്കുന്നു. പ്രസർ ഫൂട്ട് മാറ്റി പകരം ഗ്യാദർ മെഷീനിൽ ഘടിപ്പിച്ച് നീളം ക്രമീകരിച്ച ശേഷം തുണി അതിനടിയിൽ വെച്ച് തയ്ക്കുക. വലിയ ചുരുക്കുകളും കൂടുതൽ പൂർണ്ണതയും കിട്ടണമെങ്കിൽ സ്റ്റിച്ചുകൾ നീളം കൂട്ടി ക്രമീകരിക്കണം. അപ്പൊ ഗ്യാദറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫൂട്ടാണ് ഗ്യാദർ. ഇതാണ് ഗ്യാദറിങ് ഫൂട്ട്. അടുത്തത് ടക്കർ. ടക്കർ ഉപയോഗിച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ അളവിലുള്ള ടക്കുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. വസ്ത്രത്തിന്റെ ഇറക്കം, വണ്ണം എന്നിവ കുറയ്ക്കുന്നതിനും അലങ്കാരത്തിനും ടക്ക് ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ ടക്ക് നമുക്ക് രണ്ട് ഉപയോഗപ്പെടുത്താം. ഒന്ന് അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു, വസ്ത്രത്തിന്റെ ഇറക്കവും വണ്ണവും കുറയ്ക്കാനും നമുക്ക് ടക്കർ ഉപയോഗിക്കാം. അപ്പൊ ടക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടക്കർ. അപ്പൊ ഡാറ്റ് ടക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. ഇതാണ് ടക്കർ. അടുത്തത് ബൈൻഡർ. ഇത് വസ്ത്രങ്ങൾ ബൈൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. വസ്ത്രങ്ങളുടെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്തുള്ള തയ്യൽ തുമ്പ് വെളിയിൽ കാണാതെ 2 സെന്റിമീറ്റർ വീതിയുള്ള വേറൊരു കഷ്ണം തുണി കൊണ്ട് മടക്കി തയ്ക്കുന്നതിന് ബൈൻഡിങ് എന്ന് പറയുന്നു. ഇതാണ് ബൈൻഡർ. അടുത്തത് ക്വിൽറ്റർ. രണ്ട് തുണികൾക്കിടയിൽ പാളികളായി പഞ്ഞി കയറ്റിയോ പല പാളി തുണികൾ അടുക്കി വെച്ച് ഒരുപോലെ കനം വരുത്തി ക്വിൽറ്റ് തയ്ക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ സഹായത്താൽ ഒരേ അകലത്തിൽ തയ്ക്കുന്നതിന് സാധിക്കുന്നു. കോട്ടിലും പാൻസിലും ഇത് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കോട്ടിലും പാൻസിലും ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ്സ് ഏതാണുള്ളത്? ക്വിൽറ്റർ ആണ് ഉത്തരം. ഇതാണ് ക്വിൽറ്റിംഗ് ചെയ്യുന്നത്. ഇതാണ് ക്വിൽറ്റർ ഫൂട്ട്. 7th പിങ്കർ. ഇതിന്റെ സഹായത്താൽ വസ്ത്രം കൊണ്ട് അരിക് വി ആകൃതിയിൽ പിങ്ക് ചെയ്ത് മുറിക്കുന്നതിന് സഹായിക്കുന്നു. അരികുകൾ നമ്മൾ കത്രിക കൊണ്ട് വി ആകൃതി കട്ട് ചെയ്തതിന് പകരം മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അരികുകൾ വൃത്തിയാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ പിങ്കർ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ നമുക്ക് 14ഓളം സീയിങ് മെഷീൻ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. ഈ അറ്റാച്ച്മെന്റ്സിന്റെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ഫസറ ഫാഷന്റെ ആപ്പിൽ ലഭ്യമാണ്.
നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കാണുവാനോ അല്ലെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാനോ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുമായി കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഫസറ ഫാഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.